ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം. ശ്രദ്ധേയമായൊരു വാക്യമാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. എല്ലാം പുതുതാക്കും. യേശു എല്ലാം പുതുതാക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതുതാകാൻ ആഗ്രഹമുണ്ടോ? പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹമുണ്ടോ? കഴിഞ്ഞതെല്ലാം മായ്ച്ചു കളയാൻ കർത്താവിന് മനസ്സാണ്. എല്ലാം എന്തെല്ലാം വന്നെങ്കിൽ എല്ലാം മായ്ച്ചു കളയും. ഒനേസിമോസിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത വ്യാജവും മോഷണവും കളവും അവൻ്റെ ക്രൂരതയും അവൻ്റെ വക്രതയും എല്ലാം മായ്ച്ചു കളഞ്ഞു. പൗലോസ്യയുടെ അടുക്കൽ അവൻ വരാനിടയായതുകൊണ്ട്, പൗലോസ്യയോട് അവനെല്ലാം തുറന്ന് പറഞ്ഞതുകൊണ്ട്, എല്ലാം ഏറ്റു പറഞ്ഞ് എനിക്കിനി എന്താണ് രക്ഷയില്ലല്ലോ, ഞാൻ പുറത്ത് കിടന്നാൽ എന്നെ കൊല്ലുമല്ലോ എന്നുള്ള പേടി കൊണ്ട് അവൻ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസ്യ അവനൊരു സ്വകാര്യ കത്ത് നൽകി. ഫിലേമോനുള്ള സ്വകാര്യ കത്ത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി നിത്യരായ പിതാവിൻ്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രൈവറ്റ് ലെറ്റർ തരികയാണ്. സ്തോത്രം. എന്താണത്? ഇവൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുക, ഞാൻ തന്നു തീർക്കാം. ഇവൻ വല്ലത് നിന്നോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുക, ഞാൻ തന്നു തീർക്കാം. പൗലോസ് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. സ്തോത്രം. എല്ലാം ഏറ്റെടുക്കുന്നു. ക്രിസ്തു എല്ലാം ഏറ്റെടുക്കുന്നു. സ്നേഹിതരെ, എന്തെല്ലാം തിന്മകൾ വന്നു പോയിട്ടുണ്ട്, എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്തെല്ലാം മാരകമായ പാവങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നും, പക്ഷേ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നും. പക്ഷേ ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാം കാണുന്നവൻ ഒന്നും കാണാത്തവനെ പോലെ നിങ്ങൾ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. എല്ലാം കാണുന്നവൻ, എല്ലാം കണ്ടവൻ, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് അറിയാവുന്നവൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാവുന്നവൻ, നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയെന്ന് അറിയാവുന്നവൻ, ഒന്നും കാണാത്തവരെ പോലെ, സ്തോത്രം, ഒന്നും ചോദിക്കാതെ അവൻ കരുണയോട് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. ധൂർത്തപുത്രൻ അപ്പനെ വിട്ടു പോയല്ലോ. അപ്പനെ വിട്ടു പോയല്ലോ. ലൂക്കോസ് 15 അധ്യായം. അപ്പനെ വിട്ടു പോയി. ചെറുപ്പമല്ലേ, തീരെ ചെറുപ്പം. അപ്പൻ്റെ വീട്ടിലെ ഓമനപുത്രനായി വളരുകയാണ്. അവന് ചേട്ടനുണ്ട്, ചേട്ടനും അതെ. അപ്പൻ രണ്ടുപേരും പ്രിയപുത്രന്മാരാണ്. ചേട്ടനും അവനും വയലിൽ വേല ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അവന് തോന്നി തുടങ്ങി കുറച്ച് നാളായിട്ട് വീട്ടിലൊരു സ്വാതന്ത്ര്യം പോരാ, എല്ലാം അപ്പൻ്റെ കരുതി ചെയ്യണം, എല്ലാം അപ്പൻ്റെ കൽപ്പന പോലെ. ഇത് പറ്റുമോ? ഞാൻ പ്രായമായില്ലേ, എനിക്കില്ലേ ഒരു ചിന്താശക്തി, ഞാനൊരു സംസ്കാരസമ്പന്നനായ മനുഷ്യനല്ലേ. അപ്പൻ എല്ലാം ഇങ്ങനെ എല്ലാം അപ്പൻ്റെ അനുവാദം ചോദിച്ച് മേടിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? ഈ വീട്ടിലെ അന്തരീക്ഷം എനിക്ക് വീർപ്പ് മുട്ടുന്നു. ഇവിടുന്ന് പോയാൽ കൊള്ളാം. കുറേ നാളെ ചിന്ത തുടങ്ങിയിട്ട് ഒരു ദിവസം ധൈര്യം സംഭരിച്ച് അവൻ ചെന്നു, അപ്പൻ്റെ മുമ്പിൽ ചെന്നു. അപ്പാ, ഈ ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തന്നേരെ, ഞാൻ പോകാം, എനിക്ക് വയ്യ. ഈ ഒരു സ്വാതന്ത്ര്യമില്ല ഇവിടെ, എല്ലാം അപ്പൻ്റെ പരിധിക്കത്തോളം ചെയ്യണം. അപ്പൻ്റെ പേരിൽ വേല ചെയ്യുന്നതും ഒരു സ്വാതന്ത്ര്യമില്ല. എനിക്കില്ലേ ഒരു ചൂരും ചുണയും ഊർജ്ജസ്വലതയല്ല. എനിക്ക് എൻ്റെ പങ്ക് തന്നേരെ, വരേണ്ടുന്ന പങ്ക് തരണമേ. ഡിമാൻഡ് ചെയ്യുകയാണ്. വരേണ്ടുന്ന, അവൻ അവകാശപ്പെട്ടതാണ് അവൻ ചോദിക്കുന്നത്, അവകാശപ്പെട്ടതുപോലെ ചോദിക്കുന്നത്, വരേണ്ടുന്ന പങ്ക് തരണമേ. അപ്പൻ കുറേ നേരം മിണ്ടാതെ നോക്കി നിന്നു മകൻ്റെ മുഖത്തേക്ക്. ഇവരെന്ത് പറ്റി കർത്താവേ? ഒരു സ്വഭാവം പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരാൻ. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ തല താഴ്ത്തി. അപ്പൻ ചോദിച്ചു, മോനെ, നിനക്ക് തരാമല്ലോ, നിനക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറയാമല്ലോ. സന്തോഷമായി അവന്. അപ്പൻ ഇനി അവനോട് വാദിക്കാനൊന്നും പോയില്ല. അവന് സ്വതന്ത്ര ബുദ്ധിയുണ്ട്, പ്രായമായി, ചിന്തിക്കാൻ കഴിവുണ്ട്, പോകട്ടെ. അപ്പനവനെ തടുത്തില്ല. തടുത്താൽ പക്ഷേ അവൻ നിൽക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു, തടുത്തിരുന്നെങ്കിൽ.
നിന്നാലും സന്തോഷത്തോടെ നിൽക്കുകയില്ല. അതുകൊണ്ട് അപ്പൻ അവനെ അറിയാം, സന്തോഷത്തോടെ നിൽക്കുകയില്ല. അപ്പനെല്ലാം സ്വത്തെല്ലാം വീതിച്ച് എല്ലാം ഭവിച്ചു കൊടുത്തു. എല്ലാം. എന്തൊരു കരുണയുള്ള അപ്പൻ! ഇങ്ങനെ മത്സരിക്കുന്ന ചെറുപ്പക്കാരന് എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൻ എല്ലാം ഭവിച്ചു കൊടുത്തു. എല്ലാം അവന് ചെറുക്കുട്ടി, എല്ലാം പൈസയാക്കി. ഒരു പക്ഷേ വിറ്റ് കാണുമായിരിക്കും, അറിയാൻ പാടില്ല. എന്തൊക്കെയോ ചെയ്തു. പൈസ, സൂട്ട് കേസിൽ നിറയെ പൈസ, വേറെ സൂട്ട് കേസിൽ നിറയെ അവൻ്റെ ഡ്രസ്സുകൾ എല്ലാം വിട്ട് അവൻ ഇറങ്ങി പോവുകയാണ്. അവൻ്റെ അമ്മ അന്തം വിട്ട് നിന്നു. ഷോ, എൻ്റെ കൊച്ചിന് എന്ത് പറ്റി? ഈ മോൻ എന്തെങ്കിലും വേണ്ടാതെന്ന് തോന്നാൻ വിഷമിച്ച് വേദനയോടെ വീർപ്പുമുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് പാവം. ആ സ്ത്രീ വീണു പോകാതിരിക്കാൻ തൂണിനെ കെട്ടിപ്പിടിച്ചോ. അതിൻ്റെ ഭാവനയാണ്. ആ വരാന്തിയിലുള്ള തൂണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാവം ഏങ്കടിച്ചുകൊണ്ട് നിൽക്കുന്നു അമ്മ. അപ്പൻ ഒരു ചേതനയേറ്റതുപോലെ, ചൈതന്യം നശിച്ചതുപോലെ അപ്പനങ്ങ് നോക്കി നിൽക്കുകയാണ്. അവൻ നല്ല ചടുലമായി നടന്നു. ഗേറ്റിങ്ങിലേക്ക് തിരിഞ്ഞപ്പോൾ, അവിടെ ചെന്നപ്പോൾ അവൻ തോന്നി അവസാനമായി വീട് ഒന്നുകൂടെ കണ്ടേക്കാം. നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഏങ്ങടിച്ച് കരയുന്നത് കണ്ടു. അപ്പനിങ്ങനെ വീർപ്പടക്കി നിൽക്കുന്നത് കണ്ടു. അവൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, കുറേ ബാഹ്യ ലോകത്തേക്ക് നോക്കി. അവിടെ അവൻ മാടി വിളിക്കുന്ന ലോകം. എങ്ങനെയും സൂഹിക്കാം, എങ്ങനെയും ആസ്വദിക്കാം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. പട്ടണ പരിഷ്കാരത്തിൻ്റെ മോടിയിൽ ഭ്രമിച്ച് ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ അവൻ ഇറങ്ങിപ്പോവുകയാണ്. ആ പട്ടണ പരിഷ്കാരം അവൻ മാടി വിളിക്കുന്ന പോലെ തോന്നി. ആഡംബരത്തോടെ സുഖിമാനായി ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം. ആരും പറയില്ല, എടാ നീ ചെയ്യരുതെന്ന് പറയാൻ അപ്പം പറയില്ല. അപ്പനോടെ ഇല്ലല്ലോ. എൻ്റെ മോനെ നീ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് കരയാൻ അമ്മയില്ല, അപ്പനും അമ്മയും ഇല്ല. അവരെല്ലാം വീട്ടിൽ. ഞാൻ ഏകനായി സ്വതന്ത്രനായി പോവുകയാണ്. സ്തോത്രം. ഓരോ ചൂട് അവൻ മുന്നോട്ട് വെച്ച് ആ വീട്ടിൽ നകന്നകന്ന് പോവുകയാണ്. ഓരോ ചൂടും. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചിലതെല്ലാം പറയാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ ചിലർ ഓരോ ചുവട് ദൈവത്തിൽ നകന്നുകൊണ്ടിരിക്കുകയാണ്. പിതൃഭവനത്തിൽ നകന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവട്. ഒറ്റ ദിവസം കൊണ്ടല്ല നിങ്ങൾ വീഴുന്നത്, ഒരു ദിവസം കൊണ്ടല്ല നിങ്ങൾ നശിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല. ഓരോ ചുവട് നടന്ന് അകലുകയാണ്, അകന്നകന്ന് പോവുകയാണ്. അവൻ നല്ല ചടുലമായി നടന്നു. പട്ടണത്തിലെത്തി. പട്ടണ പരിഷ്കാരത്തിൽ ലയിച്ചു. ആഡംബര പ്രൗഢിയിൽ മതിമറന്നു. കൂട്ടുകാർ ധാരാളം വഴി കൂടി. കാരണം പൈസ ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കണ്ടു. അവൻ എവിടെയെല്ലാം പോയി. വേദപുസ്തകം പറയുന്നത് വേശ്യമാരോട് മുതൽ തിന്നുമുടിച്ചു എന്നാണ്. വേശ്യമാരോട് മുതൽ തിന്നുമുടിച്ചു. ഒന്നാന്തരം ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അപ്പൻ്റെ അമ്മയുടെ മോനായി ഒരു നല്ല പെൺകുട്ടി വിവാഹം കഴിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ അശുദ്ധ ജീവിതമുള്ള സ്ത്രീകളുടെ കൂടെ അവൻ ജീവിതം ചെലവഴിക്കുകയാണ്. വേശ്യമാരോട് മുതൽ തിന്നുപിടിച്ചത് വേദപുസ്തകം പറയുന്നത്. നോക്കൂ, എല്ലാ വൃത്തികേട്ടിലേക്കും പോയി. ആര് തടയാനാരുമില്ലല്ലോ. ആര് ചോദിക്കാനാരുമില്ലല്ലോ. കുറെ കഴിഞ്ഞപ്പോൾ പൈസ തീർന്നു. ആഹാരത്തിന് വകയില്ല. കൂട്ടുകാർ വിട്ടുപോയി. പൈസ ഉള്ളപ്പോഴല്ലേ കൂട്ടുകാർ. അല്ല, ഇപ്പോൾ അവൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാം മാറി. എല്ലാം ഭാവനയാണ്. എല്ലാം കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തു. അവസാനം സൂട്ട് കേസും കൊടുത്തു. ഇപ്പോൾ ഉടുമുണ്ടും ആ ഷർട്ടും മാത്രമേ ഉള്ളൂ. പട്ടിണിയായിരുന്നു. നല്ല പട്ടിണി. ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ ഹോട്ടലിൽ നിന്ന് ആഹാരം കിട്ടുമോ? നല്ല സുഖിച്ച് പുളച്ച് മേളിച്ച് നടന്ന ചെറുപ്പക്കാരൻ എന്ന് പട്ടിണിയാണ് പാവം. അപ്പൻ്റെ വീട്ടിൽ അനേകം വേലക്കാരുടെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് അപ്പൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ, ധനസമൃദ്ധിയിൽ ആനന്ദിച്ച് ആർത്തിരുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ പട്ടിണിപ്പാവമായി മാറിയിരിക്കുന്നു. എല്ലും തോലുമായി. വിശക്കുന്നു, ഭയങ്കര വിശപ്പ്. എന്താ ചെയ്യുക? അവൻ അടുത്തൊരു പ്രഭുവിൻ്റെ വീട്ടിൽ ചെന്നു. യജമാനി, എനിക്ക് കഞ്ഞി തരാമോ? നല്ലപോലെ വിശക്കുന്നു. യജമാനി ഇവിടെ അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കാറില്ലല്ലോ. വല്ല ജോലി ചെയ്തിട്ട് തോന്നാ. അയ്യോ, ഞാൻ എന്ത് ജോലി ചെയ്യാമല്ലോ. എന്ത് ജോലി ചെയ്യാം? എടാ, നിനക്ക് പറ്റുമോ? നീ ഒരു യഹൂദനല്ലേ, നിനക്ക് പന്നിയെ വയ്ക്കാൻ പറ്റുമോ? പന്നി? അയ്യോ, ഞാൻ ചെയ്തോളാം, എനിക്കിട്ട് കഞ്ഞി കിട്ടിയാൽ മതി. പാവം. പന്നിയെ മേയിച്ചിട്ട് വന്നപ്പോൾ അല്പം കഞ്ഞി കിട്ടി കേട്ടോ. പക്ഷേ അല്പം ചുട്ടുപഴുത്ത വയറിലേക്ക്, വിശന്ന് പൊരിയുന്ന വയറിലേക്ക് അല്പം കഞ്ഞി കിട്ടിയപ്പോൾ വയറ് ആളിക്കത്തി. വീണ്ടും പ്രയാസം, വിശപ്പ് കൂടി. പന്നി എടുക്കാനായിട്ട് അവൻ കൈ നീട്ടി. കയ്യിൽ പന്നിയുടെ തട്ട് കൊണ്ടു. തേറ്റം കൊണ്ട് തട്ടി കൈ മുറിഞ്ഞത് മിച്ചം. അപ്പോൾ അവന് സുബോധം വന്നു. വേദപുസ്തകത്തിൽ
ലൂക്കോസ് 15-ാം അധ്യായത്തിൽ പറയാം. അപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു. സുബോധം വന്നപ്പോൾ അപ്പൻ്റെ വീട്ടിലെ വേലക്കാരെക്കുറിച്ച് ഓർത്തു. സുബോധം വന്നപ്പോൾ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓർത്തു. സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റു. നോക്കൂ, സുബോധം. ഇന്ന് അനേകരിന്ന് സുബോധമില്ലാതെയാണ് ജീവിക്കുന്നത്. നശിക്കുകയാണെന്നറിയാം, പക്ഷേ അറിയുന്നില്ല. സുബോധമില്ല, നശിക്കുകയാണ്, നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ ഒരു സ്ത്രീ വന്നു. വീട്ടിൽ ഈ മദ്യം കുടിച്ച് ഇനി വിൽക്കാനൊന്നും ഇല്ല, എല്ലാം വിറ്റു. ഒരുപിടി ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, ഒറ്റപിടി ഭൂമി. പക്ഷേ ഇപ്പോൾ ഇനി വിൽക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഓട് കുറച്ച് ഭാഗം പൊളിച്ചു, വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് അത് വിറ്റു. പിന്നെയും തീർന്നല്ലോ, പിന്നെ കുടിക്കാനൊന്നുമില്ല. അതിന് പട്ടിക പൊളിച്ച് വിറ്റു. ഇങ്ങനെ തുടങ്ങിയാൽ വീടില്ലാതാകും. ഞാൻ എന്താ വേണ്ടത്? സാധു സ്ത്രീ ചോദിച്ചതാണ്, ഞാൻ എന്താ വേണ്ടത്? കരഞ്ഞ് വീർത്ത കണ്ണുമായി വന്ന സാധു സ്ത്രീ പറയുകയാണ്, ഇനി എന്താ വേണ്ടത്? പരിസര ഭൂമിയൊക്കെ വിറ്റു. ഒറ്റപ്പാടി ഭൂമി ഉണ്ടായിരുന്നു, നിലമ്പുരങ്ങളുണ്ടായിരുന്നു. ആ നാട്ടിലെ സമ്പന്ന കുടുംബമായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പോഴത്തെ ആ വീടും കൂടെ പൊളിച്ച് വിൽക്കുന്നു. എന്തു വേണ്ടു? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അനേകരും സുബോധമില്ലാതെ ജീവിക്കുന്നു. സുബോധമില്ലാതെ നാശം ഗ്രഹിക്കുന്നില്ല. അവന് സുബോധം വന്നു, നന്നായി. ഒരു കണക്കിന് ആ ക്ഷാമം വന്നത് നല്ലതല്ലേ? ആ വറുതി വന്നത് നല്ലതല്ലേ? എല്ലാം തീർന്നു പോയി നല്ലതല്ലേ? സുബോധം വന്നല്ലോ, നന്നായി. നമ്മുടെ ജീവിതത്തിൽ ചില വറുതികൾ വരുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ പൈസ ഇല്ലാതെ വരുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ രോഗം വരുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. സുബോധം വരാൻ കാരണമാകും. ചിലരെല്ലാം നമ്മൾ വെറുക്കുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. ചില നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില വേദനാകരമായ കാര്യങ്ങൾ വരുന്നത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. മാരകമായ രോഗം വരുന്നു, പൈസയ്ക്ക് ഞെരുക്കം വരുന്നു, കടം വന്ന് കൂടുന്നു. എല്ലാം ദൈവം അറിയുന്നു. സുബോധം വരട്ടെ. ദൈവം ഇതിലെ നിനക്ക് സുബോധം കിട്ടുമെങ്കിൽ നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു മറുപടിയുണ്ട്, നിൻ്റെ പ്രയാസങ്ങൾക്കൊരു പരിഹാരമുണ്ട്. സുബോധം വരട്ടെ. അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു, അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർത്തു, വേലക്കാരത്തിൽ നിന്ന് ശേഷിപ്പിച്ചതിനെക്കുറിച്ച് ഓർത്തു, അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു. അവൻ എഴുന്നേറ്റു. പ്രഭുവിനോട് യാത്ര പറയാനൊന്നും പോയില്ല. പന്നിയെ നോക്കിയില്ല, പന്നിയുടെ അവിടെ നോക്കിയില്ല. അവൻ നേരെ നടക്കുകയാണ്. എല്ലും തോലുമായി, ഒരു പേക്കോലമായി, ഒരു ഭ്രാന്തനെ പോലെ എന്തോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആരോ ശ്രദ്ധിച്ചു. അവൻ എന്തായി പറയുന്നത്? അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചിലർക്കത് കേട്ടപ്പോൾ മനസ്സിലായി. എന്തോ പൊരുടുത്തുകൊണ്ട് പോകുന്നു, എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇടയ്ക്ക് അവർ ഉറക്കെ കരയുന്നു, ഇടയ്ക്ക് ഏങ്ങലടിക്കുന്നു, ഇടയ്ക്ക് വിതുമ്പി കരയുന്നു. അതിനിടയ്ക്ക് ഗൽഗസ്വരത്തിൽ പറയുന്നു, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് എനിക്ക് യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. കുട്ടികൾ വിചാരിച്ച ഒരു ഭ്രാന്തം പോവുകയാണെന്ന്. മുഷിഞ്ഞ് കീറി നാറിയ വസ്ത്രം, എല്ലുന്തിയ നെഞ്ച്, ഒട്ടിയ വയറ്, ചുക്കിച്ചുളിഞ്ഞ തൊലി, മുഖം പ്രാകൃതമായിരിക്കുന്നു. തലയിലെ മുടി എണ്ണ കണ്ടിട്ട് ആളുകളായി. എല്ലാം പാറിപ്പറന്ന് ആ ചെറുപ്പക്കാരിങ്ങനെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ കാതോർത്ത് ഏതൊരു ശബ്ദം കേൾക്കുന്നല്ലോ, ഒരു നെല്ലുടെ ശബ്ദം. ഇതെൻ്റെ മോൻ്റെ ശബ്ദമാണോ? അപ്പൻ കാതോർത്തു. എൻ്റെ മോൻ കാണാതെ പോയി, അവൻ്റെ ശബ്ദമാണോ? അപ്പൻ വേഗം ഇറങ്ങി ഗേറ്റുകൾ നോക്കി. ഉറക്കെ പറഞ്ഞോളൂ, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന പേര് എനിക്ക് യോഗ്യതയില്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ കൈക്കൊള്ളണമേ, കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ആക്കണമേ. അപ്പൻ ഓടിച്ചെന്നു. മോനാണ്. ഓടിച്ചെന്നു, കൈ നീട്ടിക്കൊണ്ടാണ് ഓടിച്ചിരുന്നത്. അവൻ വന്ന വാഴെ അപ്പൻ ആ നടു റോഡിൽ വെച്ച് അവൻ്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ വെച്ചു. അവൻ പറയാൻ തുടങ്ങി, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി പറയാനുള്ള എന്താണെന്ന് അപ്പൻ നേരത്തെ കേട്ട് കഴിഞ്ഞു. അവനെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അപ്പൻ അവൻ്റെ വായടച്ച് ഉമ്മ വെച്ചു, മിണ്ടിച്ചില്ല. നിൻ്റെ കൂലിക്കാരിൽ ഇതിനെപ്പോലെ എന്നെ ആക്കണമേ എന്ന് പറയുന്നത് കേൾക്കാൻ അപ്പന് കെൽപ്പില്ല. അപ്പൻ്റെ സ്നേഹത്തിന് കെൽപ്പില്ല. അപ്പൻ അവനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ കൂട്ടിക്കൊണ്ടു വന്നു. വീട്ടിലേക്ക് വന്ന് വേലക്കാട് പറഞ്ഞു, വേഗം മേൽത്തരമായ എങ്കി കൊണ്ടുവന്ന് ധരിപ്പിപ്പീൻ. കീറി നാറി മുഷിഞ്ഞ വസ്ത്രം മാറ്റട്ടെ, മേൽത്തരമായ എങ്കി അവനെ ധരിപ്പിക്കട്ടെ, അവൻ്റെ കൈക്ക് മോതിരിടിക്കട്ടെ, കാലിന് ചെരിപ്പിടിവിക്കട്ടെ. വിരുന്നൊരുക്കാം, നമുക്ക് തടിപ്പിച്ച കളകുട്ടിയെറുക്കാം. ദൈവത്തിന് സ്തോത്രം. വിരുന്നിൻ്റെ ആഘോഷം എന്നൊരത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഒരു പാവി മനസ്സപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം. ഇന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടിട്ട് എന്ത് തോന്നുന്നു?
സ്വർഗീയ പിതാവിൻ്റെ അരികിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടുകൊണ്ട് നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? നമുക്ക് വേണ്ടി ജീവനെ ത്യജിച്ച, സ്വന്തം ജീവൻ ബലിയർപ്പിക്കത്തക്കവണ്ണം അത്രമാത്രം നമ്മൾ സ്നേഹിച്ച യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടി അണിയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാം മറന്ന്, കഴിഞ്ഞ കാലങ്ങളെല്ലാം വിട്ട്, എല്ലാം മറക്കുന്ന പിതാവിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് പറന്നു വരാൻ തോന്നുന്നുണ്ടോ? ഓടി ഓടി അണയാൻ തോന്നുന്നുണ്ടോ? യേശു ഇതാ കരനീട്ടി നിൽക്കുന്നു. സ്നേഹനിധിയായി ക്രിസ്തു നിങ്ങളുടെ നേരെ കരനീട്ടി നിൽക്കുന്നു. വരാൻ തോന്നുന്നുണ്ടോ? യേശു നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരവനറിയാം. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോൾ മരത്തിൻ്റെ ചുവടിൽ നിന്നുകൊണ്ട് പറയുന്നു, സക്കായിയെ വേഗം ഇറങ്ങിയ പേര് കർത്താവ് അറിയുന്നു. സ്നേഹിത, നീ എവിടെ മറഞ്ഞിരുന്നാലും യേശു നിൻ്റെ പേരറിയുന്നു. മകളെ, നീ എവിടെ ഒളിഞ്ഞിരുന്നാലും യേശു നിൻ്റെ പേരറിയുന്നു, നിൻ്റെ അവസ്ഥ അറിയുന്നു. ഏതോ മരച്ചില്ലകളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് സക്കായി യേശുവിനെ കാണാൻ നോക്കുകയായിരുന്നു. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മാർത്തയെ മാർത്തയെ എന്ന് വിളിച്ചു. സ്തോത്രം. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ശീമോനെ ശീമോനെ എന്ന് വിളിച്ചു. യെരൂശലേമേ യെരൂശലേമേ എന്ന് വിളിച്ചു. പേരറിയാം, ഊരറിയാം, എല്ലാവനറിയാം, എല്ലാം അറിയാം. മോനെ, നിൻ്റെ പേരവനറിയാം, നിൻ്റെ അവസ്ഥ അവനറിയാം. നീ അറിയുന്നില്ല, പക്ഷെ അവനറിയാം. നീ എത്ര അപകടകരമായ അവസ്ഥയിലാണെന്ന് ദൈവത്തിനറിയാം. അവൻ നിന്നെ വിളിക്കുന്നത് നിന്നെ സ്വീകരിപ്പാനാണ്, നിന്നെ ഉപേക്ഷിക്കാനല്ല. അവൻ നിന്നെ വിളിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ്, നിന്നെ ശപിക്കാനല്ല. ഓ, എൻ്റെ ദൈവീകമുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതാണ് ഗോകുൽത്തായിൽ കാണുന്നത്, കാൽവരി ക്രൂശിൽ കാണുന്നത്. കാളക്കുട്ടിയർത്ത് വിരുന്നിരിക്കുന്നു പറയുന്നത് പോലെ കർത്താവായ യേശു ആകുന്ന സ്വർഗീയ കുഞ്ഞാടിനെ ഗോകുൽത്തായിൽ അറുത്തു. യഹൂദ പരീക്ഷകൾ യേശുവിനെ അവിടെ വെച്ച് ക്രൂശിച്ചു. ഗോകുൽത്തായിലെ മരക്കുശിന്മേൽ യേശുവിന് 3 ആണികൾ തറച്ചു. അങ്ങനെ ഒരു വിരുന്നൊരുക്കി. ഗോകുൽത്തായിലെ വിരുന്ന്, കാൽവരിക്കുന്നിലെ വിരുന്ന് ഇന്ന് സകല ഭൂസ്യമാവാസികൾക്കും അത് ആഹരിക്കാൻ തക്കവണ്ണം കർത്താവ് ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആർക്കെല്ലാം വേണം ഈ വിരുന്ന്? മോനെ, നിനക്ക് വേണമോ ഈ സ്വർഗീയ വിരുന്നിൻ്റെ പങ്ക്? മോളെ, നിനക്ക് വേണമോ ഈ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകുക? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 17-ാമത്തെ വയസ്സിൽ ആ വിരുന്ന് എനിക്ക് ലഭിച്ചു. സ്തോത്രം. ഞാൻ നിരാശനായിരുന്നു, ഞാൻ അഗതിയായിരുന്നു, ഞാൻ ക്ഷീണിതനായിരുന്നു, ഞാൻ വാടിയവനായിരുന്നു, ഞാൻ മ്ലാനവതനായിരുന്നു. എന്നാൽ ഈ സ്വർഗീയ വിരുന്ന് മേശയിലേക്ക് അവൻ എടുത്തുകൊണ്ട് വന്നാക്കി. സ്വർഗീയ വിരുന്ന് മേശയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നിങ്ങൾക്ക് ഓടിയണയാം, അവൻ്റെ പാദപീഠത്തിൽ വന്ന് വീഴാം. പിതാവേ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കൂലിക്കാരത്തിനെ പിന്നെ ആക്കണമേ എന്ന് പറയാൻ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഒന്നും കേൾക്കാൻ പിതാവ് നിൽക്കുന്നില്ല. നിന്നെ എടുത്തുകൊണ്ടുവരും. എടുത്തുകൊണ്ടുവന്ന് മേശയെങ്കിലിരുത്തും, ഊണുമേശയെങ്കിലിരുത്തും. ദൈവത്തിന് സ്തോത്രം. ഊണുമേശയെങ്കിലിരുത്തും. നീ പാവിയാണ്, നീ സമ്മതിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാം മറന്ന്, എല്ലാം മറച്ച് അവൻ നിന്നെ സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടി, യജമാനൻ വരുവന്നേര് തുണവുള്ളോരായി, മുന്തിരിത്തോപ്പിൽ പണിയായി ഒരേ ധന്യര പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവനര കെട്ടി വരിക മേച്ചിടും താതനിരുത്തും മേശയ്ക്കായി വരിക മേയ്ക്കും സുതൻ റുകുദിശ പറക്കലിത മുടയും ഓരോ മുടി. ഹല്ലേലൂയ. ചൂടും മകുടത്തിൽ തിരുമേശയെങ്കിലേക്ക് ഇരുത്തും, താതിലിരുത്തും മേശയ്ക്കായി. പുത്രൻ സുതൻ പരികർമ്മിക്കും, ശുശ്രൂഷിക്കും. റൂക്കുദിശ പറകലീത്ത കിരീടമണിഞ്ഞ് തലയിൽ ചൂടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങൾക്ക് വേണമോ? യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. യേശു നിങ്ങൾക്ക് പുതിയ ജീവിതം തരും. ഫിലേമോൻ്റെ അടിമയായ ഒനേസിമോസിനെ ലഭിച്ചതുപോലെ ദൈവം നിങ്ങളെ മാറ്റും. ഒരു പുതിയ മനുഷ്യനായിത്തീരും. പുതിയ മനുഷ്യൻ. ഞാൻ സകലവും പുതുതാക്കുന്നു. പുതിയ സൃഷ്ടി, പുതിയ ആത്മാവ്,
പുതിയ ഹൃദയം, പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു പുതിയ മനുഷ്യനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനോട് പറയൂ, കർത്താവേ എന്നെ ഇന്ന് പുതുക്കണമേ, കഴിഞ്ഞ കാലങ്ങൾ മറച്ചു കളയണമേ, എന്നെ മായ്ച്ചു കളയണമേ, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിലെ പാകപ്പുഴകളെല്ലാം മായ്ച്ചു കളയണമേ, എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ, രക്തത്താൽ എന്നെ കഴുകണമേ. എനിക്ക് വേണ്ടി ക്രൂശിലർപ്പിക്കപ്പെട്ട ദൈവീയ കുഞ്ഞാടെ, എനിക്ക് വേണ്ടി ക്രൂശിലർപ്പിക്കപ്പെട്ട കർത്താവായ യേശുവേ, ഇപ്പോൾ നിന്റെ തിരക്തത്താൽ, നിന്റെ തിരുവിലാവ് പൊട്ടി ഒഴുകിയ തിരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ മകനാക്കി തീർക്കണമേ, എന്നെ മകളാക്കി തീർക്കണമേ. ഹല്ലേലൂയ. സമർപ്പിക്കുക, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക, നമ്മുടെ തലകളെ ഉണക്കാം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. കണ്ടാൽ ഞാൻ സകലവും പുതുതാക്കും. പുതിയ അനുഭവത്തിൽ വഴി നിങ്ങൾക്ക് പോകണം. ഇന്ന് നിങ്ങളിവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ പുതിയ അനുഭവത്തിൽ പോകണം. അതിനായിട്ട് നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നിങ്ങൾ ഹൃദയത്തിൽ പറയൂ, കർത്താവേ ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ മനുഷ്യൻ, ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ ഹൃദയം. യേശുവേ ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ ആത്മാവ്. കരുണയുള്ള കർത്താവേ ഇന്നു മുതൽ ഞാനിതാ പുതിയ സൃഷ്ടി. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതാ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് കൂടെ ഉള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കൃപ ഞങ്ങളെ പൊതി നിൽക്കുന്നതിനായി സ്തോത്രം. മഹത്വം ഒരു മനുഷ്യനായ യേശുവിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.